ഏകദേശം 5500 വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണ ഇന്ത്യയിലെ തമിഴ്നാട് ഭൂമിയിൽ ഒരു ബാലൻ ജനിച്ചു. അവന്റെ കഥ ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. അവൻ ഒരു രാജകുമാരനായിരുന്നു എന്നു പറയുന്നു. പക്ഷേ രാജസിംഹാസനം അവൻ തിരഞ്ഞെടുത്തില്ല. പകരം അവൻ തിരഞ്ഞെടുത്തത് ഒരു ദീർഘവും നിശ്ശബ്ദവുമായി അപകടകരവുമായ യാത്ര. അവന്റെ പേര് ബോധിധർമ്മ. പക്ഷേ ഇന്നും ഒരു ചോദ്യം നിലനിൽക്കുന്നു: ഒരു ഇന്ത്യൻ സന്യാസി ചൈനയിലേക്ക് പോയത് എന്തിനെന്ന്? അവന്റെ കഥ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മാർഷൽ ആർട്ടുമായി എങ്ങനെ ബന്ധപ്പെട്ടു? രാത്രിയുടെ നിശ്ശബ്ദതയിൽ കടലിന്റെ തിരമാലകളെ കടന്ന് ബോധിധർമ്മ ഇന്ത്യ വിരിച്ചു. മാസങ്ങളോളം നീണ്ട കഠിനമായ യാത്രയ്ക്കും ശേഷം അവൻ ചൈനയിലെ മണ്ണിൽ എത്തി. അവനെ കണ്ടവർ പറയുന്നു, അവന്റെ കണ്ണുകളിൽ അസാധാരണമായ സമാധാനവും ഒരു ആഴത്തിലുള്ള രഹസ്യവുമുണ്ടായിരുന്നു. അവസാനം അവൻ എത്തി ഒരു പുരാതന ക്ഷേത്രത്തിലേക്ക്, ഷാവോലിൻ ക്ഷേത്രം. എന്നാൽ അവിടെ നടന്നത് ഇന്നും ചരിത്രത്തിലെ ഏറ്റവും രഹസ്യമായ കഥകളിൽ ഒന്നാണ്.